നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ വാഹനാപകടം, 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. 5 പേരുടെയും മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൈക്കൽ അന്ധകാരനഴി റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം സമരം ശക്തമാകുന്നു. ജനപ്രതിനിധികളും തീരദേശവാസികളും ബുധനാഴ്ച ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തും. പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാളിന് ഒരുങ്ങി ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളി. ഡിസംബർ 6-ന് കൊടിയേറ്റ്. വിശദമായ വാർത്തയിലേക്ക്. ആലപ്പുഴയിൽ വാഹനാപകടം, 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ദേശീയപാതയിൽ കളറകോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ചാണ് 5 MBBS വിദ്യാർത്ഥികൾ മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇവർ. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം പൂഞ്ഞാർ ചേന്നാട് കരിങ്ങോഴിക്കൽ ആയുഷ് ഷാജി, പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സൻ, മലപ്പുറം സ്വദേശി B ദേവാനന്ദൻ, കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 9-ന് കനത്ത മഴയുള്ളപ്പോഴാണ് അപകടം. മെഡിക്കൽ കോളേജിലെ 11ഓളം വിദ്യാർത്ഥികൾ കാറിലുണ്ടായിരുന്നു. ആലപ്പുഴയിൽ സിനിമ കാണാൻ പോകുകയായിരുന്നു ഇവർ. വൈറ്റിലയിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ്സിലേക്ക് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വണ്ടിയുടെ കോ ഡ്രൈവറിൻ്റെ മുകളിലായിട്ട് വരുന്നത് ആർച്ച് ഭാഗത്താണ് ഷോപ്പ് താഴത്തേക്ക് ഏറ്റവും ഡാമേജ് കിട്ടിയിട്ടുള്ള കോ ഡ്രൈവറുടെ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പറയുന്നത് ഒരാളെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഇമ്പാക്ട് ഫ്രണ്ടേക്ക് വന്നു അതിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ. ഡ്രൈവർ സേഫായത് ഇതിങ്ങനെ വേണ്ടി ടെസ്റ്റായിരുന്നു. ഇല്ലാതെ ഡയറക്റ്റ് ഒരടിയും കൂടെ അല്ലെങ്കിൽ ഒരു വീടിനെ കിട്ടിയിരുന്നെങ്കിൽ വണ്ടി ചെല്ലിപ്പോയാൽ നമുക്ക് ഇതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാം. എല്ലാം കിട്ടിയത് ആ വണ്ടി. ഇത് അപ്പുറപ്പൊടിയുള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഈ കിട്ടിയത് ഒന്നും ഒഴിവായില്ല. പക്ഷെ വണ്ടി തെറുത്തു പോയിരുന്നെങ്കിൽ നമുക്ക് ഇമ്പാക്ട് തരാം. അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴ പ്രധാന ഘടകമായി കിട്ടിയതിൻ്റെ പ്രധാന ചാൻസ് വന്നത് മഴയാണ്. പിന്നെ അതിലൊക്കെയുള്ള വണ്ടിയല്ല ലോക്കായിരിക്കുന്നുണ്ട്. ഈ ലോക്കാതിരിക്കാനാണ് പൈസ വിട്ടുവിട്ടത്. ഇതിനാണ് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട നൽകി അധ്യാപകരും സഹപാഠികളും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പൊതുദർശനം സങ്കടക്കടലായി. രാവിലെ 11 മണി മുതലായിരുന്നു പൊതുദർശനം. കാർ അപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. സഹപാഠികളും അധ്യാപകരുമടക്കം നിറകണ്ണുകളോടെയാണ് യാത്രാമൊഴി നൽകിയത്. മന്ത്രിമാരായ സജി ചെറിയാൻ, P പ്രസാദ്, വീണ ജോർജ് എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാളിന് ഡിസംബർ 6-ന് കൊടിയേറുമെന്ന് മുട്ടം പള്ളി വികാരി ഫാദർ ആൻഡോ ചേരാന്തുരുത്തി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 8-ാം തീയതിയാണ് തിരുനാളിൻ്റെ ദിവസം. അത് ഈ വർഷം കൃത്യമായിട്ട് തന്നെ 6, 7, 8 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. ആ തിരുനാൾ എല്ലാ വർഷവും നടത്തുന്നത് അതിനു മുമ്പായിട്ട് തന്നെ 9 ദിവസത്തെ പ്രത്യേക നൊവേനയും കർമ്മങ്ങളോടുകൂടിയാണ് നടത്തുന്നത്. അത് കഴിഞ്ഞ 28-ാം തീയതി അതിൻ്റെ നൊവേനകൾ നമ്മൾ തുടങ്ങി. അത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ആണ് അതിൻ്റെ കുർബാന, വൈകുന്നേരത്തെ കുർബാന. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൊടിയേറ്റം നമ്മൾ നടത്തുന്നത്. ആ കൊടിയേറ്റത്തിന് മുമ്പായിട്ട് ഇത്തവണ 42ഓളം പ്രസിദ്ധന്തിമാരാണ് ഈ തിരുനാളെ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ കുർബാനയ്ക്ക് ശേഷം പ്രസിദ്ധന്തിമാർ പ്രദക്ഷിണമായിട്ട് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ആഘോഷമായിട്ടാണ് കൊടിയേറ്റ കർമ്മം നടത്തുക. 6-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാന നടക്കും. വൈകിട്ട് വികാരി റവറന്റ് ഫാദർ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി തിരുനാളിന് കൊടിയേറ്റും. 7-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4:45-ന് രൂപം വെഞ്ചരിപ്പും തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും.
വൈകിട്ട് നടക്കുന്ന ആഘോഷമായ പട്ടണ പ്രദർശനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. ജനറൽ കൺവീനർ ഫ്രാൻസിസ് പൊള്ളച്ചിറ, VK ജോർജ്, ബേബി ജോൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ അമലോത്ഭവ തിരുനാളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് ക്രിസ്ത്യാനികൾ മാത്രം നടത്തുന്ന ഒരു തിരുനാളല്ല. ഈ ചേർത്തല പട്ടണത്തിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ വളരെ ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു തിരുനാളാണ് അമലോത്ഭവ തിരുനാൾ. പ്രത്യേകിച്ച് മാർക്കറ്റിൽ പോകുന്ന പുരുഷന്മാരും ഏറ്റവും കൂടുതൽ സ്ത്രീകളും എന്നും രാവിലെ മാതാവിൻ്റെ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് അവരുടെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടാണ് അവരവരുടെ കച്ചവടത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നാനാജാതി മതസ്ഥരായ ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് അമലോത്ഭവ തിരുനാൾ. അത് 8-ാം തീയതിയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിൽ കാണുന്ന തിരുനാളുകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ തിരുനാളിൻ്റെ പ്രത്യേകത, ഇത് എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നത്. 42 പ്രതിസന്ധിമാരുണ്ട് എന്ന് പറഞ്ഞു. അത് അതിൻ്റെ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുന്നത് ഇടവകയിലെ മുഴുവൻ ജനങ്ങളും ഒത്തുചേർന്നിട്ടാണ് നടത്തുന്നത്. അതിനാണ് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്നത്. കമ്മിറ്റികളെല്ലാം നല്ല പ്രവർത്തനക്ഷമമായി നീങ്ങുന്നു. അതിനും ഏറ്റവും പ്രത്യേകത, ഇതിൻ്റെ തിരുസ്വരൂപം ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആ പ്രദേശം മുഴുവനും നാനാജാതി മതസ്ഥരായ ആളുകൾ വളരെ ഭക്തിയോടുകൂടി അമ്മയെ കാണാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു തിരുനാളാണ്. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ചേർത്തല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അത് സെൽഫ് ട്രേഡിംഗ് സ്കിൽസ് ആണ്. നമ്മളൊരു കിടപ്പ് രോഗി നമ്മളൊന്നും ഇത് കണ്ടു കാണില്ല. അപ്പൊ അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുകയും ഈ ഭാവി ഇതൊക്കെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം നമ്മളെ കൊണ്ട് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോഗ്രാമുകളുണ്ട്. നിങ്ങളുടെ പാട്ടുണ്ട്. വയലിൻ ഡോക്ടർ ബിജു മല്ലാരും നമുക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ വായിച്ചു തരും. ആ രോഗികൾക്കുള്ള നമ്മളുടെ കുറേ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു കാര്യമാണ്. നമുക്ക് ഓടാം, ചാടാം, സിനിമയ്ക്ക് പോകാം, കൂട്ടുകാരോട് ഉല്ലസിക്കാം. ഇവർക്ക് നടക്കാൻ വയ്യ, വീട് 4 ചൂരകൾക്കുള്ളിൽ നിൽക്കുന്നതാണ്. അവരുടെ ഉത്സവമാണ്. അവർക്കിപ്പോൾ നമ്മൾ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക, അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇവിടെ ഉള്ള ദൗത്യം. രാജഗിരി കോളേജിലെ വിദ്യാർത്ഥികൾക്കായിട്ടാണ് ക്ലാസ് നടത്തിയത്. ഡോക്ടർ ശ്രീദേവൻ ക്ലാസ് നയിച്ചു. 2024 ഒരു രജിസ്റ്റർ എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978 ഡിസംബർ 1 അതിനനുസരിച്ച് 1991 റെഡ് റിബൺ നമ്മുടെ ഫ്ലാഗായിട്ട് അടയാളമായിട്ട് വേൾഡ് വൈഡ് സ്വീകരിച്ചിരിക്കുന്ന ഒരു യൗവനമാണ് ഡിസംബർ. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം അധ്യക്ഷത വഹിച്ചു. ധനേശൻ പൊഴിക്കൽ, മനോജ് PS, ബിനു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത്തവണത്തെ മാരാരി ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 22 മുതൽ 31 വരെ നടക്കുമെന്ന് മാരാരികുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനബായി ടീച്ചർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷത്തെ മാരാരി ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 22 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാർഡുകളിൽ കുടുംബശ്രീ അംഗങ്ങൾ, കുട്ടികൾ, അതുപോലെ തന്നെ യുവജനങ്ങൾ എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവരെയും പങ്കാളികളാക്കി ഇതൊരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുക എന്നുള്ളതാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഇതേപോലെ മാരാരി ബീച്ച് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അതിനെ തുടർന്നുള്ളൊരു പരിപാടി എന്നുള്ള നിലയിൽ മാരാരി ബീച്ചിനെ റെസ്പോൺസിബിൾ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരാലോചനയും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഈ വർഷത്തെ ഈ ബീച്ച് ഫെസ്റ്റ് വളരെ ആഘോഷകരമായി ഫലപ്രദമായി നടത്തണം എന്നാഗ്രഹിക്കുന്നത്. വിളംബര ഘോഷയാത്ര, ഫുഡ് ഫെസ്റ്റിവൽ, അഡ്വഞ്ചർ പാർക്ക്, വോളിബോൾ ടൂർണമെന്റ്, വടംവലി മത്സരം, കൈകൊട്ടിക്കളി മത്സരം, ചെണ്ടമേള മത്സരം തുടങ്ങി വിവിധ കായിക മത്സരങ്ങൾ, ഗാനമേള, നാടകം, വയലിൻ ഫ്യൂഷൻ, നാടൻപാട്ട് തുടങ്ങി ഒരുപിടി പുതുമയുമായിട്ടാണ് മാരാരി ബീച്ച് ഫെസ്റ്റ് ഒരുങ്ങുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പ്രഗത്ഭരായ കലാകാരന്മാർ അണിനിരക്കും. ഇതിന്റെ ലോഗോ പ്രകാശനം അരൂർ MLA ദലീമ ജോജോ ചേർത്തല പ്രസ് ക്ലബ്ബിൽ നടത്തി. മാരാരികുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനഭായി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ S രാധാകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N പ്രീത, കൺവീനർ കലേഷ് കൈരളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെയും ഇന്നർവെൽ ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു. 100ഓളം കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും മരുന്നുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി.
റോട്ടറി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ 80ഓളം കിടക്കകൾ സജ്ജീകരിച്ചിരുന്നു. കിടപ്പ് രോഗികളും റോട്ടറി ക്ലബ്ബ് അംഗങ്ങളും 100ഓളം കോളേജ് വിദ്യാർത്ഥിനികളും ഒത്തുചേർന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് ചെറുവാരണത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മെഗാ പ്രോഗ്രാം റോട്ടറി മുൻ ഗവർണർ കെ ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 1ാം വർഷ വിദ്യാർത്ഥികൾ 18ഉം 19ഉം വയസ്സുള്ള 11 കുട്ടികൾ ഒരുമിച്ച് ഭക്ഷണവും കഴിച്ച് സന്തോഷത്തോടെ സിനിമയ്ക്ക് പോകുന്നു. അപ്രത്യക്ഷമായി ഒരു അപകടം. 5 കുട്ടികളാണ് ഇന്നലെ രാത്രി 9 മണിക്ക് തൽക്ഷണം മരിച്ചു വീണത്. ഒരു നിമിഷം പോലും അവർ ചിന്തിച്ച് കാണത്തില്ല, ഞങ്ങൾ നാളെ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഇന്ന് 1 മണിക്കൂർ 10 മണി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഇല്ല എന്ന് ചിന്തിച്ചിട്ടില്ല. വളരെ ദയനീയമായ ഒരു ആക്സിഡൻ്റാണ്. അതെനിക്ക് ഇതുവരെ അതിൻ്റെ ഷോക്കിൽ നിന്ന് ഞാൻ പോലും മുക്തനായിട്ടില്ല. വളരെ വിഷമമുണ്ട് ആ അപകടം. ഇതൊക്കെ നമുക്ക് തരുന്നൊരു തിരിച്ചറിവാണ്. ഇന്ന് ഈ സിദ്ധയുടെ ഈ ഒരു പ്രോഗ്രാം റോട്ടറി ചേർത്തല റോട്ടറി ക്ലബ്ബ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ സെക്രട്ടറി ബാബു വേലമ്പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ സിദ്ധയുടെ കുടുംബാംഗങ്ങൾ വളരെ സന്തോഷവതികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരിയല്ലേ? സിദ്ധയുടെ കുടുംബാംഗങ്ങളെല്ലാം സന്തോഷവതികളല്ലേ? സന്തോഷമല്ലേ എല്ലാവർക്കും? അദ്ദേഹം വളരെ നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടാണ് സിദ്ധ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ മണപ്പുറം രാജഗിരി കോളേജിലെ കുട്ടികളെ ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. കാര്യം അവര് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കുവാൻ, അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കിട്ടുന്നൊരു അവസരമാണ് ഇന്ന് ഈ റോട്ടറി ക്ലബ്ബും സിദ്ധയും ചേർന്ന് നടത്തുന്ന ഈ ഭിന്നശേഷി ദിനത്തിൽ നടത്തുന്ന ഈ ചടങ്ങിൽ അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്. നമ്മൾക്ക് മറ്റുള്ളവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 7 ടൈപ്പ് ഇമോഷനുണ്ട്. 7 ടൈപ്പ് ഇമോഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ. സിദ്ധയുടെ പ്രസിഡന്റ് ജോഷി ആപ്പീസിൽ കാവാലം ഭിന്നശേഷി ദിന സന്ദേശം നൽകി. PK ധനേശൻ, ബിജു മല്ലാരി, ഡോക്ടർ ശ്രീദേവൻ, PU ശാന്താറാം, ബാബു സി വേലമ്പറമ്പിൽ, കൃപാബി നായർ, കുമാരി ഫൈസ, കുഞ്ഞുമോൾ ജോൺകുട്ടി, വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ഡോക്ടർ ബിജു മല്ലാരിയുടെ വയലിൻ സോളോയും നടന്നു. ചേർത്തല BRCയുടെ നേതൃത്വത്തിലും ഭിന്നശേഷി ദിനാചരണം നടത്തി. തിരുനെല്ലൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ മ്യൂസിക് അധ്യാപിക P ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗസ്റ്റായിട്ടൊക്കെ വരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് വരുവാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഫംഗ്ഷനിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ച സുമിത്ര ടീച്ചറിന് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? കുട്ടികളോടാണ്. ഉറക്കെ പറ. കേട്ടില്ല. ഒരാൾ പറഞ്ഞു. ആരാത്? അശ്വതി മിടുക്കി. അപ്പോൾ ഇന്ന് നമ്മുടെ ദിവസമാണ്. ഈ ലോക ഭിന്നശേഷി ദിനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാനും അതുപോലെ നമ്മുടെ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ദിവസമാണ്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തൽ ഈ ദിവസത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും നമുക്കിത് വേണ്ടേ? ഈ ഒരു ദിവസം മാത്രം പോരാ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമൂഹം എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ഈ ഭിന്നശേഷിക്കാരോടുള്ള പല അവഗണനകളും, അവരിപ്പോൾ എത്ര ഉയർച്ചയിലെത്തിയാലും ജോലി സ്ഥലത്തും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ട്. സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനൊരിക്കൽ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു തൂക്കുന്ന ചേച്ചിയാന്ന് തോന്നുന്നു. ഞാൻ അമ്മയും കൂടി ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരമ്മയോട് ചോദിക്കുക, പിന്നെ സംസാരിക്കാൻ പറ്റുമോ, ചെവി കേൾക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ ശരിക്കും നല്ല മറുപടി പറയണ്ട, ഞങ്ങളൊന്നും പറഞ്ഞില്ല അന്നേരം. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താ? ശരിക്കും ഈ എനിക്ക് കണ്ണിന് പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പല വൈകല്യങ്ങൾ
അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ ഈ പ്രശ്നത്തെ ഈ വലിയൊരു സംഭവമാക്കിയിട്ട് ഇങ്ങനെ കാണുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സീനിയർ ആർട്ടിസ്റ്റ് സുനീഷ് വാരനാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ അധ്യക്ഷത വഹിച്ചു. സൽമോൻ ടിഒ സ്വാഗതം പറഞ്ഞു. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളായ രാജശ്രീ ജ്യോതിഷ്, ഡിഇഒ റോഷ്നി അലിക്കുഞ്ഞ്, എഇഒ സി മധു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തൈക്കൽ അന്ധകാരനടി റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം സമരം ശക്തമാകുന്നു. ജനപ്രതിനിധികളും തീരദേശവാസികളും ബുധനാഴ്ച ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ഞങ്ങൾ ജനപ്രതിനിധികൾ മാസങ്ങളായിട്ട് ഏകദേശം ഒരു വർഷത്തിനടുത്തായി നമ്മൾ ഈ റോഡിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസുകൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ മുൻകാലങ്ങളിൽ PWDക്കാർ ഇടക്ക് വന്ന് കുഴി നിവർത്തുന്ന ഒരു സംവിധാനം, പക്ഷേ ഇപ്പോൾ കുഴി നിവർത്തൽ എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് പോകാൻ സാധ്യമല്ലാത്തൊരു രീതിയിലേക്ക് മുതലക്കുഴികളായി ആ റോഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ തീരദേശ ജനത ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇവർ ചെല്ലാനം, കൊച്ചി ഹാർബറിലേക്ക് പോകുന്ന ഏക ആശ്രയം ഈ റോഡാണ്. അവർക്ക് ആശ്രയിക്കാൻ പറ്റിയ മറ്റൊരു മേഖലയില്ല. NHൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ റോഡ് ഏറ്റവും അടിയന്തരമായിട്ട്, കാരണം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആ തീരദേശവാസികൾ പലരും ആ കുഴികളിൽ വീണ് ആക്സിഡൻ്റായിട്ട് വീടുകൾ കഴിയുന്നവരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെയും സ്ഥലം MLAയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനെയും നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അവർ പറയുമ്പോഴെല്ലാം ഈ 2.5 കോടി രൂപയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട്, ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് പല രീതിയിലും ഭാവത്തിലും അവിടെ സമരങ്ങൾ നടക്കുകയാണ്. സമരങ്ങൾ നടക്കുന്നതിനെല്ലാം ഒരു ദിവസത്തെ ഒരു വാർത്താ പ്രാധാന്യം കിട്ടി അത് കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ അവിടെ നമുക്കൊരു തീരുമാനമാണ് ലഭ്യമാകേണ്ടത്. ആ തീരുമാനം ലഭ്യമാകുന്നത് വരെ പല രീതിയിലും ഭാവത്തിലും നമ്മുടെ സമരമുറകൾ തുടരുമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അതിൻ്റെ സൂചനയായിട്ടാണ് 2 സമരങ്ങൾ മുന്നോടിയായിട്ട് ഞങ്ങൾ നടത്തിയത്. ഒന്ന്, അന്ധകാരനഴി ബീച്ചിൽ നിന്നും പട്ടണക്കാടുള്ള ജനപ്രതിനിധികളും തീരദേശവാസികളും ആറാട്ടുവഴി കടപ്പുറത്ത് സംഗമിച്ച് കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലെ തൈക്കൽ നിന്നും അവിടെയുള്ള ജനപ്രതിനിധികളും അവിടെയുള്ള ജനങ്ങളും ആറാട്ടുവഴി കടപ്പുറത്ത് സംഗമിച്ച് ആദ്യത്തെ സമരം ഞങ്ങൾ നടത്തി. ആ സമരത്തിലും നമ്മൾ ഉന്നയിച്ചത് ഈ റോഡിൻ്റെ പുനരുദ്ധാരണം തന്നെയാണ്. റോഡ് നിശേഷം തകർന്ന നിലയിലാണ്. പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി സമരം നടത്തിയിട്ടും റോഡിലെ കുഴിയടയ്ക്കാൻ യാതൊരു തീരുമാനവും ഇല്ലാതായ സാഹചര്യത്തിലാണ് പട്ടണക്കാട് പഞ്ചായത്തിലെയും കടക്കരപ്പള്ളി പഞ്ചായത്തിലെയും ജനപ്രതിനിധികളും തീരദേശവാസികളും കളക്ടറേറ്റ് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നത്. പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TS ജാസ്മിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ S ബിജു ചുമതലയേറ്റു. വരണാധികാരി കോട്ടയം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KV സുധീറിന്റെ സാന്നിധ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് വൈക്കം. 13-അംഗ ഭരണസമിതിയിൽ CPM 8, CPI 4, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ആദ്യ 4 വർഷക്കാലം CPMലെ KK രഞ്ജിത്തായിരുന്നു പ്രസിഡന്റ്. LDFലെ ധാരണപ്രകാരമാണ് അവസാനഘട്ടത്തിൽ 1 വർഷം CPIക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്. LDF പാർലമെന്ററി പാർട്ടി തീരുമാനം പ്രകാരം CPM പ്രതിനിധി KS ഗോപിനാഥൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് S ബിജുവിന്റെ പേര് നിർദ്ദേശിച്ചു. CPI അംഗം MK ശിമോൻ പിന്താങ്ങി. വരണാധികാരി KV സുധീർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട S ബിജു എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് ഇന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനാരോഹണം നടത്തിയിരിക്കുകയാണ്. വൈക്കത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുള്ള സമഗ്രമായ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇത്തരം വികസന പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വൈക്കത്തിൻ്റെ ഒരു മണ്ണ് തൊഴിലാളി വർഗത്തിൻ്റെയും സാധാരണ ജനങ്ങളുടെയും ഒരു മണ്ണാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന സ്വപ്നങ്ങൾ പൂവണിക്കാൻ പറ്റുന്ന പദ്ധതികളുമായി ഈ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകും. കണിച്ചുകുളങ്ങര നോർത്ത് തിരുവിഴ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ആഘോഷം നടന്നു.
റെസിഡൻസ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ ആർക്കെങ്കിലും? നമ്മുടെ ഒരു റെസിഡൻസ് നമ്മുടെ വീടുകളുടെ ഒരു കൂട്ടായ്മ, അത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് വീട്ടുകാരുടെ കാര്യങ്ങൾ നമ്മൾ മേലെ അധികാരത്തിലേക്കാണെങ്കിൽ അവരെ പൊതുവായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളും, ഇപ്പോൾ നമുക്കൊരു അറിയാം, ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നതിൽ ഒരു ഗ്രൂപ്പായിട്ട് അതിൻ്റെ ഒരാൾ പറയുന്നതാണ് അതിൽ ഏറ്റവും വിലക്കെടുക്കുന്നതും. ഏതും മേലധികാരികളാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷനുകളാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും എന്തായാലും ഏറ്റവും കൂടുതൽ പരിഗണനയ്ക്ക് എടുക്കുന്നത് റെസിഡൻസ് അസോസിയേഷനുകളെയും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട്, അറിയാമല്ല, മറ്റേ എന്തുവാണ് തന്നെ അയൽക്കൂട്ടം, മറ്റേ സംരക്ഷണം, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിന്ന് അത് വ്യത്യസ്തമായി ഈ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ രാഷ്ട്രീയമില്ല, അത് വീട്ടുകാരും മാത്രമാണ്. ഇതുപോലെ മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ആ നാടിൻ്റെ, ആ കൂട്ടായ്മ ഉൾപ്പെടുന്ന ആ നാടിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം വില കൽപ്പിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും മറ്റ് കാര്യങ്ങളിലും എവിടെയാണോ നമ്മൾ ഇത് എത്തിക്കേണ്ടത് അവിടെ അവരെ അറിയിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും മുഖ്യ പങ്കുവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് റെസിഡൻസ് അസോസിയേഷൻ. ഇപ്പോൾ മാരാരിക്കുളം സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെ ഏകദേശം 13 റെസിഡൻസ് അസോസിയേഷനുകൾ നിലവിലുണ്ട്. മാരാരിക്കുളം SI ജയചന്ദ്രൻ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സൗമ്യ രാജ് മുഖ്യ പ്രഭാഷണം നടത്തി. നൈറ്റ് സ്ക്വാഡിന്റെ ഉദ്ഘാടനം അർത്തങ്കൽ CI PG മധു നിർവഹിച്ചു. വേദിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴയിൽ വാഹനാപകടം, 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. 5 പേരുടെയും മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൈക്കൽ അന്ധകാരനഴി റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം സമരം ശക്തമാകുന്നു. ജനപ്രതിനിധികളും തീരദേശവാസികളും ബുധനാഴ്ച ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തും. പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാളിന് ഒരുങ്ങി ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളി. ഡിസംബർ 6 കൊടിയേറ്റും. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.